ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ നോക്കുന്നത് ജനുവരി 29 സ്റ്റോക്കാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഭയങ്കര വോളട്ടൈലായിരുന്നു. ഫസ്റ്റ് തന്നെ റൗട്ട് മൊബൈൽസ് ആണ്. ട്രെൻഡ് ലൈൻ ഉണ്ട്. ഇവിടെ കണ്ടോ, നല്ലൊരു അസെൻഡിങ് ട്രയാങ്കിൾ ഫോർമേഷൻ ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ഒരു ഏരിയയിൽ എന്ത് ചെയ്തു? റിജക്ഷൻ വന്നു. നല്ലൊരു ബിയറിഷ് ക്യാൻഡിലാണ് റിജക്ഷൻ തന്നിരിക്കുന്നത്. ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈനും പോകുന്നുണ്ട്. അപ്പോൾ നാളെ നമുക്ക് ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ടും ഈ ഒരു ലോയും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, ഈ ഒരു ക്യാൻഡലിൻ്റെ ലോയും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിലേക്കൊരു സെല്ലിംഗ് എൻട്രി പരിഗണിക്കാം. നമുക്കൊരു സപ്പോർട്ട് സോൺ ആയിട്ട് ഈ ഒരു റീജിയനാണ് വരുന്നത്. ഓക്കെ, ഒരു 20 പോയിന്റിൻ്റെ അടുത്തുണ്ട് ശരിക്കും ഇത്. അപ്പോൾ നമുക്ക് ഈ 20 പോയിന്റ് വരെ താഴേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്, ഒരു സപ്പോർട്ട് എടുക്കാനുള്ള ഒരു ചാൻസ്. ഓക്കെ, അതിനുശേഷം ആ ലെവലും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു മൊമെൻറ്റം കിട്ടാൻ വളരെയേറെ ചാൻസ് ഉള്ള ഒരു സ്റ്റോക്കാണ് റോഡ് മൊബൈൽസ്. ഹാവൽസിൻ്റെയാണ്. ഹാവൽസിന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെയാണ് നല്ലൊരു പ്രൈസ് ആക്ഷൻ പാറ്റേൺ ആണ് ഫോം ചെയ്തിരിക്കുന്നത്. മുകളിലേക്ക് വരുന്നു, റിട്ടേൺ വരുന്നു, വീണ്ടും മുകളിലേക്ക് പോകുന്നു, റിട്ടേൺ വരുന്നു, വീണ്ടും പോകുന്നു. ഓക്കെ, ഈ ഒരു ലെവലിനെ ക്രോസ് ചെയ്തിട്ടുണ്ട് വിത്ത് ഹ്യൂജ് വോളിയാണ്. അപ്പോൾ നാളെയും കൂടി ഈ ഒരു മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് ഇതിൽ ട്രേഡ് എടുക്കാവുന്നതാണ്. ഇത് PVR ആണ്. PVR ഇങ്ങനെ ട്രെൻഡ് ലൈൻ പോകുന്നുണ്ട്. ആ ഒരു ട്രെൻഡ് ലൈനിനെ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ക്യാൻഡിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതും പ്യുവർലി പ്രൈസ് ആക്ഷൻ മോഡ് തന്നെയാണ്. കണ്ടോ, ഇതാണ് നമ്മുടെ ലാസ്റ്റ് സ്വിങ്. ആ സ്വിങ്ങിന് മുകളിലേക്ക് വന്നു, ആ സ്വിങ്ങിൻ്റെ അവിടെ എത്തി ഒരു റീട്രേസ്മെൻറ്റ് തന്നതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ തന്നെ നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, ഈ ഒരു നെക്ക് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ഡൗൺവേർഡ് മൊമെൻറ്റം കിട്ടും. ടാറ്റ മോട്ടോഴ്സിൻ്റെ റിസൾട്ട് നാളെയാണ്. ഈ ഒരു സോൺ ഒരു സപ്പോർട്ട് സോണാണ്. റെസിസ്റ്റൻസ് ആയിരുന്നു, അതിനെ ബ്രേക്ക് ചെയ്ത് ഒന്നുകൂടെ സപ്പോർട്ട് എടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി അഥവാ ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നാളെ ഒരു അപ്വാർഡ് മൊമെൻറ്റത്തിന് ചാൻസ് ഉണ്ട്. ഇതിൻ്റെ ലോ ആണ് ബ്രേക്ക് ചെയ്യുന്നത് എങ്കിൽ നമുക്കൊരു ഫോളിനും ചാൻസ് ഉണ്ട്. ഇതിൻ്റെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. ഓക്കെ, റിട്രേസ്മെൻറ്റ് തന്നു, അപ്വാർഡ് പോയി, വീണ്ടും താഴത്തേക്ക് വന്നു, ചെറിയൊരു റിജക്ഷൻ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഹൈ ബ്രേക്ക് ആണെങ്കിൽ വീണ്ടും മുകളിലേക്ക് പോകും. അഥവാ ഇനി താഴെ വന്നതിൻ്റെ ലോ ആണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ ഫോളോ ചെയ്യും. കമിൻസിൻ്റെയാണ്. കമിൻസിൻ്റെ അങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ ഫോളോ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു നെക്ക് ലൈൻ ഉണ്ടായിരുന്നു. ആ നെക്ക് ലൈൻ എന്തിൻ്റെയാണെന്ന് പറയാം. കണ്ടോ, ഒരു ഈ W പാറ്റേണിൻ്റെ നെക്ക് ലൈൻ ആയിരുന്നു. അത് ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് വിത്ത് അത്യാവശ്യം നല്ല വോളിയം തന്നെയാണ്. അപ്പോൾ നാളെ ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ എന്തായാലും ഈ ലെവൽ വരെ എത്തും. ഓക്കെ, ഈ ലെവലും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള അപ്വാർഡ് മൊമെൻറ്റം കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കമിൻസ് ഇന്ത്യൻ്റെ ലെവൽസ് നമുക്ക് സെറ്റ് ചെയ്യാം. കമിൻസ് ഇന്ത്യൻ്റെ 15 മിനിറ്റ്സ് ക്യാൻഡിലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. മുന്നേ എപ്പോഴോ വരച്ച് വെച്ച ഡ്രോയിങ് ടൂൾസ് ഇതിലുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇതിന് മുകളിലേക്ക്, ഈ ഒരു പ്രൈസ് ലെവലിന് മുകളിലേക്കാണ് എൻട്രി എടുക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. 640 മുകളിലേക്ക്. അതിൻ്റെ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് ഇങ്ങനെയുള്ള സമയങ്ങളിൽ ബുദ്ധിമുട്ടാണെന്ന് എല്ലാവർക്കും അറിയാം, പറഞ്ഞിട്ടുമുണ്ട് മുൻപ്. ഓക്കെ, അപ്പോൾ നമ്മൾ തൽക്കാലം ഈ ഒരു ക്യാൻഡിലിന് താഴത്തേക്ക് വെക്കുന്നു. ഓക്കെ, ഈ ഒരു സോണിൽ താഴത്തേക്ക്, ഈ ഒരു ബിഗ് ക്യാൻഡിലിന് താഴത്തേക്കാണ് കണക്കാക്കിയത്. അതായത് ഇതിൻ്റെ മുകളിലൊരു സപ്പോർട്ട് സോൺ ഉണ്ട് എന്നുള്ള രീതിയിലാണ്. കണ്ടോ, അവിടെ ഒരു റെസിസ്റ്റൻസ് എടുക്കുന്ന പോയിന്റ് ഉണ്ട്. അപ്പോൾ അവിടെ ഒന്ന് സപ്പോർട്ട് എടുക്കും എന്നുള്ള ഒരു രീതിക്കാണ് കുറച്ച് താഴേക്ക് ഇറക്കി വെച്ചത്. അപ്പോൾ 4 രൂപേൻ്റെ അടുത്ത് സ്റ്റോപ്പ് ലോസ് ഉണ്ട്, കുഴപ്പമില്ല. അപ്പോൾ നാളെ മൊമെൻറ്റം തരികയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഫാസ്റ്റ് ആയിട്ടുള്ള മൊമെൻറ്റം ആയിരിക്കും. ഓക്കെ, ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ് ടാർഗറ്റ്, തേർഡ് നമ്മൾ 650 വെക്കുന്നു. ഒരു സൈക്കോളജിക്കൽ റെസിസ്റ്റൻസ് ആയിട്ട് മാറാൻ ചാൻസ് ഉള്ള ലെവലാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഫോളിന് ചാൻസ് ഉണ്ട്. കാരണം ഈ ഒരു ലെവലിൻ്റെ പ്രസക്തി എല്ലാവർക്കും കണ്ടാൽ അറിയാം. കണ്ടോ, റെസിസ്റ്റൻസ് ഈ ഒരു ഭാഗത്ത്. ഓക്കെ, അപ്പോൾ അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു മൊമെൻറ്റം തരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. സ്റ്റോപ്പ് ലോസ് നമ്മൾ ഈ ഒരു സ്വിങ്ങിന് മുകളിലേക്ക് വെച്ചു. ഫസ്റ്റ് ടാർഗറ്റ് ഈ ഒരു ലെവലിലാണ് വെച്ചത്. ഓക്കെ, ഈ ഒരു റെസിസ്റ്റൻസ് സോണിൽ. സെക്കൻഡ് ടാർഗറ്റ് ഇവിടെ വയ്ക്കുന്നു. തേർഡ് ടാർഗറ്റ് ഈ ഒരു ലെവലിൽ കൊണ്ടുവച്ചു. ഓക്കെ, അപ്പോൾ നമ്മുടെ ലെവൽസ് എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്.
കമൻസ് ഇന്ത്യ 640 രൂപയ്ക്ക് മുകളിലേക്ക് ഒരു ബുള്ളിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. 627 രൂപയ്ക്ക് താഴേക്ക് ഒരു ബിയറിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. PVR 1480 രൂപയ്ക്ക് മുകളിലേക്ക് ബുള്ളിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. 1438 രൂപയ്ക്ക് താഴേക്ക് ഒരു ബിയറിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. ടാറ്റ മോട്ടോഴ്സ് ആണ് ഒരു ചാനലിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ലെവൽ 275 രൂപയ്ക്ക് മുകളിലേക്ക് ഒരു ബുള്ളിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. 261 രൂപയ്ക്ക് താഴേക്ക് ഒരു ബിയറിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. റൗട്ട് മൊബൈലാണ് 1191 രൂപ 55 പൈസയ്ക്ക് മുകളിലേക്ക് ഒരു ബുള്ളിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. 1135 രൂപ 55 പൈസയ്ക്ക് താഴേക്ക് ഒരു ബിയറിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. ഹാവൽസ് ആണ്. ഹാവൽസ് 1194 രൂപ 20 പൈസയ്ക്ക് മുകളിലേക്ക് ഒരു ബുള്ളിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. 1145 രൂപ 10 പൈസയ്ക്ക് താഴേക്ക് ഒരു ബിയറിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രൈസ് ലെവൽസ് എല്ലാം എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങൾ നിങ്ങളുടേതായ സ്ട്രാറ്റജി കൂടി പരിഗണിച്ച് മാത്രം ട്രേഡ്സ് എടുക്കുക. നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായങ്ങളും കാര്യങ്ങളും കമൻറ്റിലൂടെയും ടെലഗ്രാം ഗ്രൂപ്പിലൂടെയും അറിയിക്കാവുന്നതാണ്. നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ലാഭകരമായ ഒരു ദിവസം നേർന്നുകൊണ്ട് ഇവിടെ പറയുകയാണ് നിങ്ങളുടെ സ്വന്തം അരുൺ ജി.